ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ മീറ്റർ ബോർഡിൽ തേനീച്ച കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഭിത്തി കൂടെ അതിങ്ങനെ ഒലിച്ചിറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൽ നിറയെ തേനുണ്ടെന്ന്. അങ്ങനെ അതൊന്ന് ഇളക്കി നോക്കാൻ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയപ്പം തന്നെ നമ്മൾ കണ്ട അവസ്ഥ ഇതാണ്. അന്ന് ചെറുതേനായിരുന്നു. നമുക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഇതധികം കിട്ടാറില്ല. പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ തന്നെയും എന്തൊരു വില. അതിപ്പോൾ മായം ചേർന്നതൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ കിട്ടിയതാവുമ്പം നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമല്ലോ. തേൻ്റെ മുട്ടയും ഇതുമായിട്ടായിരുന്നു. മുട്ടയും നമ്മൾ അതുപോലെ തന്നെ വെച്ചിരുന്നത്. കാരണം ഇനി തേനാവട്ടെ എന്ന് വിചാരിച്ച് തേൻ മാത്രമേ നമ്മൾ അതിൽ നിന്ന് എടുത്തോളൂ. പൊട്ടിച്ചപ്പം തന്നെ തേൻ ഇങ്ങനെ രണ്ട് സൈഡ് നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിരുന്നു ചരിച്ച്. അതാകുമ്പോൾ അതിൽ നിന്ന് ഇറ്റ് വീണിട്ട് ചരിഞ്ഞ് നമ്മൾ പാത്രത്തിൽ കിട്ടുമല്ലേ എന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു അതിൽ. ഈ ഭിത്തി കൂടെ ഒലിച്ചിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളത് കാണുന്നത് തന്നെ. അങ്ങനെ അതിൽ നിന്നുള്ള തേനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആ മീറ്റർ ബോർഡ് അടച്ച് വെച്ച്. കറണ്ടൊക്കെ വരുന്നില്ല. ആജുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ പുള്ളിക്കത് എന്തുവാന്ന് അറിയാത്തതുകൊണ്ട് വാ പോലും തുറന്നു തരുന്നില്ല. പിന്നെന്താണ് നമ്മൾ അടുത്തത് ഇളക്കാനായിട്ട് പോകും. അതിൽ നമുക്ക് ഡൗട്ടായിരുന്നു. കാരണം വെച്ചതേ ഉള്ളതാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെയൊന്ന് ഇളക്കി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിലായിരുന്നു തേനീച്ചകൾ ഏറ്റവും കൂടുതൽ കൂടി വെച്ചിരുന്നത്. കൂടി ഇളകി വന്നു. പിന്നെ നമ്മൾ തോർത്തും ഷോളൊക്കെ ഇട്ട് ചെവിയും മൂക്കൊക്കെ മറച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് തേനെടുക്കാൻ തുടങ്ങിയത്. അതിലും ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ചെറുതായിട്ടൊന്ന് ഇളക്കിയപ്പം തന്നെയും ഒരുപാട് ആ ഭിത്തിയിൽ കൂടെ വരാൻ തുടങ്ങി. ടേപ്പ് ഒട്ടിച്ച സൈഡിൽ കൂടെ അല്ലാതെയും പുറത്തുകൂടെയൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് 2 പാത്രം നിറയെ തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിനെ അരിച്ചൊക്കെ എടുത്ത് വെള്ള തുണി വെച്ച് 2 പ്രാവശ്യം അരിച്ചൊക്കെ എടുത്ത ശേഷമാണ് നമ്മൾ കുറച്ച് നേരം വെയിലത്ത് വെച്ചിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എന്ന് വെച്ചാൽ അന്നും തിരക്ക് നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം നമ്മളെ വീട്ടിൽ തന്നെ ഇത്രയും നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ വെള്ള തുണി വെച്ച് നല്ല രീതിയിൽ അരിച്ചൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയ ശേഷം ഇത് അരിക്കുന്നതിൻ്റെ കൂടെ ഇതെന്തുവാന്ന് നോക്കിയിരിക്കും. അത് വെക്കാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നുള്ള അവസ്ഥ ഇതായിരുന്നു. കൂടെ വന്ന് ടേസ്റ്റ് ചെയ്യൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആൾ. അത് എവിടെ കൊണ്ടുവെക്കുന്ന ആ പാത്രം അതിൻ്റെ അടുത്ത് ഹാജുവും കാണും. നമ്മൾ കൊതിച്ചിപ്പാറും അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം അത് കൈ കൊണ്ടൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ ശേഷം പിന്നെ നമ്മൾ തുണി കൊണ്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വെയിലത്ത് വെച്ചത്. നമ്മൾ മീറ്റർ ബോർഡൊക്കെ